സ്വാഗതം. ഇന്ന് എനിക്കൊപ്പം അതിഥിയായി ചേരുന്നത് ചരിത്രകാരനും അധ്യാപകനുമായിരുന്ന ഡോക്ടർ MG ശശിഭൂഷൺ സാറാണ്. സാർ നമസ്കാരം. 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 തിരുവനന്തപുരം ഒരു വല്ലാത്ത അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ ജലസ്രോതസ്സുകൾ നമുക്കറിയാം ഒരുപാടുണ്ട്. അപ്പോൾ അതിൽ പല ജലസ്രോതസ്സുകളും മാലിന്യം നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഒരു ജീവൻ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. തിരുവനന്തപുരം എന്ന് പറയുന്നത് ഒരുപാട് പേര് തിങ്ങിപ്പാർക്കുന്ന ഒരു നാടാണ്. ശരിക്കും നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ ഒരു ചരിത്രം എങ്ങനെയാണ്, എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്? ദക്ഷിണേന്ത്യയിലെ തന്നെ ഒരു പ്രാചീന നഗരങ്ങളിലൊന്നാണ് തിരുവനന്തപുരം. ഒരു പക്ഷേ മധുര എന്നൊക്കെ പറയുന്ന നഗരത്തിനോളം പഴക്കമില്ലായിരിക്കാം. ഏതാണ്ട് അത്രയൊക്കെ പഴക്കം അല്ലെങ്കിൽ അതിന് തൊട്ടടുത്ത് നിൽക്കുന്ന പഴക്കമുള്ള ഒരു നഗരമാണ് തിരുവനന്തപുരം. തിരുവനന്തപുരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റ് പല ദക്ഷിണേന്ത്യൻ നഗരങ്ങളും ഒരു കമ്പോളമായിട്ട്, അതായത് മാർക്കറ്റ് അല്ലെങ്കിൽ അങ്ങാടി, ഈ അങ്ങാടിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആ നഗരം ഉണ്ടാവുന്നത്. ഇപ്പോൾ ഹൈദരാബാദ് എങ്ങനെയാണ്, ബാംഗ്ലൂർ എങ്ങനെയാണ്, തിരുവനന്തപുരം ആകട്ടെ ഒരു മഹാക്ഷേത്രത്തിൻ്റെയും ഒരു മഹാവിദ്യാലയത്തിൻ്റെയും അതിനെ ബന്ധപ്പെട്ടുകൊണ്ടാണ് രൂപം കൊള്ളുന്നത്. മഹാക്ഷേത്രം ഏതാണെന്ന് പറയേണ്ട ആവശ്യമില്ല, ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം. മഹാവിദ്യാലയം കാന്തല്ലൂർ ശാലയാണ്. അന്ന് ഈ കാന്തല്ലൂർ ശാലയിൽ പഠിക്കാനായിട്ട് കേരളത്തിന് പുറത്തു നിന്നുള്ള ആളുകൾ പോലും വന്നിരുന്നു. അങ്ങനെയാണ് നമ്മളെ ചില സൂചനകൾ കൊണ്ട് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു മഹാവിദ്യാലയവുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടായ ഒരു ചെറിയ നഗരം. ആ നഗരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിരവധി കുന്നുകൾ, അതിനോട് ചേർന്നുള്ള താഴ്വരകൾ, വയലുകൾ, ആ വയലുകൾക്ക് ജലസേചനം നൽകുന്ന ജലമാർഗങ്ങൾ, ഇതാണ് നഗരത്തിൻ്റെ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത. അല്ലെങ്കിൽ നഗരത്തിൻ്റെ പശ്ചാത്തലം ഇതാണ്. ആ നഗരത്തിലെ ഏറ്റവും പ്രധാന നദി എന്ന് പറയുന്നത് കരമനയാറ്. ഏതാണ്ട് കരമനയാറിൽ അവസാനം വന്ന് ചേരുമെങ്കിലും കരമനയാറിൽ നിന്ന് വ്യത്യസ്തമായ കിള്ളിയാറ്. അത് കഴിഞ്ഞിട്ട് നഗരം. അന്നത്തെ നഗരം എന്ന് പറഞ്ഞാൽ കരമന മുതൽ ഉള്ളൂർ വരെയാണ് പഴയ തിരുവനന്തപുരത്തിൻ്റെ പൊസിഷൻസ്. പടിഞ്ഞാറ് വശത്ത് കടൽ, കിഴക്ക് വശത്ത് കരമനയാറാണ്. അപ്പോൾ കരമനയാറ്, അവിടെ വടക്കേ അറ്റത്ത് കരമന എന്ന് പറയുന്ന സ്ഥലം, തെക്ക് വശത്ത് ഉള്ളൂര്, ഇത് ചേരുന്ന ഒരു കൊച്ചു നഗരം. ആ കൊച്ചു നഗരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നിരവധി കുളങ്ങൾ ഉണ്ടായിരുന്നു, ജലാശയങ്ങൾ ഉണ്ടായിരുന്നു. ഈ കുളങ്ങളെ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ചെറിയ ചെറിയ കൈത്തോടുകൾ. ആ കൈത്തോടുകൾ ചിലയിടത്തൊക്കെ വരുമ്പോൾ ഒരു കുറച്ച് വലുതാകുന്നു. അങ്ങനെ ഉള്ള രണ്ട് കൈത്തോടുകളാണ് പ്രധാനമായിട്ട് പട്ടം ഭാഗത്തുകൂടി പട്ടം തോട്, ഉള്ളൂർ ഭാഗത്തുകൂടി ഉള്ളൂർ തോട്, കുറച്ചപ്പുറത്ത് വട്ടപ്പാറയിലും ഇതുപോലെ വേറൊരു തോടുണ്ട്. ഇങ്ങനെ ചെറിയ ചെറിയ തോടുകൾ. തന്തങ്കോടിനടുത്തൊരു കൊച്ചു തോടുണ്ട്, ഇപ്പോൾ അത് കാണാനേ ഇല്ല. ആ മാത്രം തോടെന്നാണ് പണ്ട് അതിന് അറിഞ്ഞിരുന്നത്. അതുപോലെ തന്നെ തെക്കണങ്കര തോട്, അത് ചാലയുടെ ഭാഗത്ത് നിന്ന് ആരംഭിച്ച് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തെക്കുവശത്തുകൂടി പോയിട്ട് അത് സീവേജ് ഫാമിൻ്റെ അവിടം വരെ എത്തി കടലിനോട് ചേർന്നിരിക്കണം. ഇപ്പോൾ സീവേജ് ഫാമിൻ്റെ അവിടെ എത്തുമ്പോഴത്തേക്കും ആ തോട് പ്രത്യക്ഷമാകുന്നതാണ്. തോട് തന്നെ ഇല്ല എന്ന് പറയാം. അപ്പോൾ ഈ ഒരു പ്രകൃതിയുടെ അനുകൂലമായ ഘടകങ്ങൾ ആയിരുന്നു തിരുവനന്തപുരത്തിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെ ധാരാളം ഒരു കാർഷിക സമൃദ്ധിയും ഒക്കെയുള്ള ഒരു നഗരം. ആ നഗരത്തിന് അഭിമാനിക്കാനായിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രം പോലെയുള്ള ഒരു തീർത്ഥാടന കേന്ദ്രം, ഇതായിരുന്നു തിരുവനന്തപുരത്തിൻ്റെ പശ്ചാത്തലം. കാലം മാറിയതോടുകൂടി തിരുവനന്തപുരത്തിന് മാറ്റങ്ങൾ വരികയാണ്. ശരിക്കും എനിക്ക് തോന്നുന്നു 1928-കളിലായിരിക്കും ഇവിടെ നഗരാസൂത്രണം എന്ന് പറഞ്ഞൊരു ഒരു പദ്ധതി നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൽ തുടങ്ങിയത്. സർ CP-യുടെ കാലത്തൊക്കെ അതിന്റെ ഒരു നല്ല രീതിയിലുള്ള ഒരു മെച്ചപ്പെട്ട ഡെവലപ്മെന്റ്സ് ഒക്കെ ഉണ്ടായി. അപ്പൊ ഈ ഒരു നഗരാസൂത്രണത്തിന്റെ, നമ്മുടെ തിരുവനന്തപുരത്തിന്റെ ഒരു നഗരാസൂത്രണത്തിന്റെ ആ ഒരു ചരിത്രം കൂടെ സാർ ഒന്ന് പറയാമോ? അന്ന് റീജന്റ് റാണിയെ ഭരിക്കുന്നു സേതു ലക്ഷ്മിബായി. അവരെ തുടർന്നിട്ട് ചിത്രതിരുനാൾ ബാലരാമ വർമ്മ വരികയാണ്. ചെറുപ്പമാണ്, വലിയ ഒരു നീണ്ട കാലം തനിക്ക് ഭരിക്കാനുണ്ടെന്നറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയ സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഈ രാജ്യഭരണം പഠിക്കാനായിട്ട് അദ്ദേഹത്തെ മൈസൂറിലേക്ക് അയക്കുകയാണ്. അന്ന് മൈസൂർ കുറെ കൂടിയ, മൈസൂർ എന്ന് പറയുന്നത് ഒരു
പ്ലാൻഡ് സിറ്റിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കർണാടക അതുപോലെ തൊട്ടടുത്ത് അവിടെ മാറിയിട്ട് ബാംഗ്ലൂരുണ്ട്. ഈ രണ്ടും കുറച്ചുകൂടെ ഡെവലപ്ഡ് ആയിട്ടുള്ള രണ്ട് നഗരങ്ങളാണ്. അപ്പം എൻ്റെ തലസ്ഥാനവും ഈ ബാംഗ്ലൂർ പോലെ അല്ലെങ്കിൽ ഒരു മൈസൂർ പോലെ ഒക്കെ ഒരു പരിഷ്കൃതമായ നഗരമാകണമെന്ന് സ്വാഭാവികമായി ചിത്രതിരുനാൾ ബാലരാമവർമ്മയ്ക്ക് തോന്നി. അന്ന് ബാംഗ്ലൂരിലൊരു ടൗൺ പ്ലാനർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ബൊട്ടാണിസ്റ്റും കൂടിയാണ്. കുംബ്രികൾ എന്നാണ് പേര്. ജർമ്മനാണ്. ആ ജർമ്മൻ ഭാഷ സംസാരിച്ചിരുന്ന, എന്നാൽ ഇന്ത്യയിലെ നഗര ആസൂത്രണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആള്. ഈ കുംബ്രികളാണ് ലാൽബാഗ് ഡെവലപ്പ് ചെയ്തത്. ഈ കുംബ്രികളിനെ ചിത്ര തിരുനാൾ തിരുവനന്തപുരത്തേക്ക് ക്ഷണിക്കുകയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ അരുവിക്കരയിൽ നിന്ന് ഒരു ശുദ്ധജലം എത്തിക്കാനുള്ള ഒരു വാട്ടർ വർക്ക്സ് ആരംഭിക്കുന്നു. 1928 തന്നെ അതിൻ്റെ പണി ആരംഭിക്കുന്നു. അത് ഒരു 3-5 വർഷം നീണ്ടുപോകുന്നു. അപ്പോൾ അരുവിക്കരയിൽ നിന്ന് പൈപ്പിൻ്റെ കുഴലുകൾ വരുന്നു. അത് കവടിയാറിലൊക്കെ എത്തുമ്പോൾ ആ പൈപ്പിൻ്റെ കുഴല് ഭൂമിക്കടിയിൽ കൂടിയാണ്. പഴയ ഭാഗങ്ങളിലൊക്കെ അത് ഭൂമിയുടെ മുകളിൽ കൂടിയായിരുന്നു. എന്നാലും മിക്കവാറും അത് ഭൂമിക്ക് അടിയിൽ കൂടിയാണ്. അപ്പോൾ ആ ഭാഗത്തെ ഒരു റിസർവ് ചെയ്ത് വെക്കുക. അതെങ്ങനെയാണ്? അവിടെയൊക്കെ തോട്ടങ്ങൾ, പൂന്തോട്ടങ്ങൾ, ഗാർഡൻസ് ഉണ്ടാക്കുക, ഒരു ചെയിൻ ഓഫ് ഗാർഡൻസ്. ഇതായിരുന്നു ചിത്രതിരുനാളിൻ്റെ മനസ്സിലെ മോഹം. അതിനാണ് ഈ കുംബ്രികളിനെ കൊണ്ടുവന്നത്. അദ്ദേഹമാണ് ഇന്ന് കാണുന്ന കനകക്കുന്ന് കൊട്ടാരം. ഇന്ന് അതിനെ പരിഷ്കരിച്ച് കുളിപ്പിച്ച് കുഞ്ഞിനെ ഇല്ലാതാക്കുന്ന ഒരു നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ എത്തുമോ എന്ന് ഭയപ്പെടേണ്ട ഒരു നിലയിലാണ്. പക്ഷേ അതിൻ്റെ തുടക്കക്കാരനും ഈ കുംബ്രികളായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അധികം മുമ്പോട്ട് പോകാൻ സാധിച്ചില്ല. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ജർമ്മൻകാരെയൊക്കെ സംശയിക്കുന്നു. അപ്പോൾ ജർമ്മൻകാരന് വലിയ സ്വാതന്ത്ര്യമില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ നഗരാസൂത്രണ അല്ലെങ്കിൽ നഗരപരിഷ്കരണ സംരംഭങ്ങളൊക്കെ അദ്ദേഹം പൊടുന്നനെ അവസാനിപ്പിക്കാൻ നിർബന്ധിതനാകുന്നു. അദ്ദേഹം ബാംഗ്ലൂരിലേക്ക് മടങ്ങുന്നു. അവിടെ വെച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ സംഭവങ്ങൾ പോവുകയാണ്. സർ, ഇപ്പൊ ഈ നഗരത്തിൽ ഏറ്റവും നമുക്കിപ്പം ഒരു വേദനാജനകമായ അല്ലെങ്കിൽ നമ്മളെ ഒരുപാട് വിഷമിപ്പിച്ച ഒരു കാര്യമാണ് ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യം ശേഖരിക്കാൻ ഇറങ്ങിയ ഒരു തൊഴിലാളി ആളുടെ ജീവൻ നഷ്ടപ്പെട്ടത്. ശരിക്കും നമ്മുടെ ആമയിഴഞ്ചാൻ തോട് ഇങ്ങനെ ആയിരുന്നു? എന്താണ് ഈ ആമയിഴഞ്ചാൻ തോടിന്റെ ഒരു ചരിത്രം? കാരണം ഒരുപാട് നല്ല ജലസ്രോതസ്സുകളുള്ള ഒരു നഗരം കൂടിയാണല്ലോ നമ്മുടെ തിരുവനന്തപുരം എന്ന് പറയുന്നത്. ആമയിഴഞ്ചാൻ തോടിനെ പറ്റി രണ്ട് അഭിപ്രായമുണ്ട്. ഒരു അഭിപ്രായം എന്താണെന്ന് പറഞ്ഞാൽ അത് ഈ വില്ലിംഗ്ടൺ വാട്ടർ വർക്ക്സ് നിലവിൽ വന്നതിന് ശേഷം ഉണ്ടായ ഒരു കനാലാണെന്നുള്ളതാണ്. അത് മുഴുവൻ ശരിയല്ല. എൻ്റെ സുഹൃത്ത് മലയൻകീഴ് ഗോപാലകൃഷ്ണന് മതിലകൻ രേഖയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിനു മുമ്പ് തിരുവനന്തപുരത്ത് ഈ ആമയിഴഞ്ചാൻ എന്നല്ല, ആമത്തോടെന്നാണ് പഴയ പേര്. ഈ ആമത്തോടാണ് പിന്നീട് ആമയിഴഞ്ചാൻ തോടായിട്ട് മാറുന്നത്. പക്ഷെ ഈ ആമത്തോടിൻ്റെ അന്നത്തെ റൂട്ടും ഇന്നത്തെ ആമയിഴഞ്ചാൻ തോടിൻ്റെ റൂട്ടും ചെറിയ വ്യത്യാസമുണ്ട്. നമുക്ക് ഇന്നത്തെ ആമയിഴഞ്ചാൻ തോടിലേക്ക് വരികയാണെങ്കിൽ ഇന്നത്തെ ആമയിഴഞ്ചാൻ തോട് ഒബ്സർവേറ്ററിയുടെ അവിടെ തന്നെയാണ്. ഈ വെള്ളത്തിൻ്റെ വാട്ടർ വർക്ക്സ് അതിനടുത്താണ്. നഗരത്തിലെ ഉയർന്ന ഒരു പ്രദേശം എന്ന നിലയിൽ അവിടെ ഈ അന്ന് പ്രധാനമായിട്ട് ആളുകൾക്ക് ഉപയോഗിക്കാനായിട്ട് ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ടാണ് പൈപ്പുകൾ ഉണ്ടായിരുന്നത്. അന്ന് ഈ പൈപ്പ് കണക്ഷൻ എടുക്കുക എന്ന് പറയുന്നത് സമ്പന്നർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇടത്തരക്കാർക്ക് പോലും സാധിക്കുകയില്ല. ദരിദ്രരായിട്ടുള്ള ആളുകളുടെ കാര്യം പറയുകയും വേണ്ട. എന്നാൽ ദരിദ്രരായിട്ടുള്ള ആളുകളും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കും ശുദ്ധജലം വേണം. ആ ശുദ്ധജലം വേണം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഈ റോഡ് വക്കത്ത് മിക്കവാറും എല്ലാ ജംഗ്ഷനിലും, ശാസ്താമംഗലത്തായാലും വെള്ളയമ്പലത്തായാലും അല്ലെങ്കിൽ ഈ മ്യൂസിയം ജംഗ്ഷനിലാണെങ്കിലും നന്തൻകോടാണെങ്കിലും എല്ലാം ഒരു ടാപ്പ് ഉണ്ടാവും. ഈ ടാപ്പിൽ നിന്ന് വെള്ളം എടുക്കണം. ആ വെള്ളം എടുത്ത് കൊണ്ടുപോവുകയും ചെയ്യാം. അപ്പോൾ ആ ഒരു സംവിധാനം വന്നപ്പോൾ ചിലപ്പോൾ അധിക ജലം വരും. അതായത് ശുദ്ധീകരിക്കുന്നതിൽ കുറച്ച് കൂടുതൽ വെള്ളം വരും. അത് ഒഴുക്കിക്കളയണം. ആ ഒഴുക്കിക്കളയുമ്പോൾ ആ വെള്ളം ഈ നേരത്തെയുള്ള ആമത്തോട് വഴി പോകട്ടെ എന്ന് തീരുമാനിക്കുകയാണ്. അദ്ദേഹം വാസ്തുവിദ്യ കുശലൻ എന്ന് പിന്നീട് തിരുവിതാംകൂർ സർക്കാർ ബഹുമതി നൽകി ആദരിച്ച ബാലകൃഷ്ണ റാവുവാണ് അന്നത്തെ ചീഫ് എഞ്ചിനീയർ. അദ്ദേഹമാണ് ഇത് വിഭാവനം ചെയ്യുന്നത്. അങ്ങനെയാണ് നേരത്തെ ഉണ്ടായിരുന്ന തോടുകളെ പലയിടത്തും ഉപയോഗിച്ചും എന്നാൽ ചിലയിടത്ത് ആ തോടിൻ്റെ വിസ്തൃതി കൂട്ടിയും ആണ് ആമയിഴഞ്ചാൻ
തോട്. എന്നാൽ ആമേഴഞ്ചാൻ എന്ന് പറയുന്നത് ജനങ്ങളിട്ട പേരാണ്. അത് നേരത്തെ ആമത്തോടെന്നാണ് പേരെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. ആ ആമത്തോട് വരെ നമുക്ക് അതിൻ്റെ ഗതിയെ പറ്റി ഒന്ന് പറയാം. അത് ഈ ഒബ്സർവേറ്ററി ഹിൽസിൻ്റെ താഴെ തുടങ്ങി ചിലപ്പോൾ പല പല കൈത്തോടുകൾ അവിടെ വന്ന് ചേരുന്നുണ്ടാവും. എനിക്ക് കിട്ടിയ മറ്റൊരു അറിവ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഊറ്റുകുഴിയിൽ നിന്ന് ഒരു സ്ട്രീം വരുന്നുണ്ട്. ഊറ്റുകുഴിയെ പറ്റി സ്വാതി തിരുനാളിൻ്റെ രേഖയിലൊക്കെ പറയുന്നുണ്ട്. ഊറ്റുകുഴിയുടെ ഒരു ആരാധകനായിരുന്നു മഹാകവി ചങ്ങമ്പുഴ. യൂണിവേഴ്സിറ്റി കോളേജിൽ താമസിക്കുമ്പോൾ അദ്ദേഹം ഊറ്റുകുഴിയിൽ കുളിക്കാൻ വേണ്ടിയിട്ട് അതിനടുത്തുള്ള ഒരു ലോഡ്ജിൽ താമസിക്കുന്ന അദ്ദേഹം, എനിക്ക് അതറിയാവുന്ന കാര്യമാണ്, അദ്ദേഹത്തിൻ്റെ സതീർത്ഥ്യത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അതിരിക്കട്ടെ, അവിടെയൊക്കെ ഇപ്പോൾ ഫ്ലാറ്റുകൾ വന്നിരിക്കുന്നു. ഈ ഫ്ലാറ്റുകൾക്ക് അനുവാദം കൊടുക്കുമ്പോൾ ഈ നാച്ചുറൽ സ്പ്രിങ്സിൻ്റെ കാര്യവും അതുപോലെ കൈത്തോടുകളുടെ കാര്യവും ഒക്കെ നിയമമുണ്ട്, ഇത്ര അടി മാറിയിട്ട് വേണമെന്നൊക്കെ. പക്ഷെ ഇതൊന്നും പാലിക്കപ്പെടുന്നില്ല. എന്തിന്? വലിയ ചില പ്രധാനപ്പെട്ട ആശുപത്രികൾക്ക് വേണ്ടിയിട്ടും ഈ ആമേഴഞ്ചാൻ തോടിൻ്റെ ഗതി തന്നെ മാറ്റിയിട്ടുണ്ട്. വേറെയും സ്ഥാപനങ്ങളുടെ, ഞാൻ ആ പേരുകളൊന്നും ഇവിടെ പറയുന്നില്ല. അവിടെയൊക്കെ ബോട്ടിൽ നെക്കുകൾ ഉണ്ടായി. അതെല്ലാം തന്നെ ആമേഴഞ്ചാൻ തോടിനെ ഒരു അഴുക്കു ചാലാക്കി മാറ്റുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചു. പിന്നീട് ഈ ഒരു മാറ്റം ആദ്യകാലത്ത് ഉണ്ടാവുന്നില്ല. അന്ന് കർശനമായ നിയമങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ കൊച്ചാർ റോഡ്, ആ കൊച്ചാർ റോഡിൻ്റെ അരികിൽ കൂടി വൈക്കോൽ ഉണക്കുമ്പോൾ ആ വൈക്കോൽ ഉണക്കിയതിൽ നിന്ന് കാറ്റത്തോ മറ്റോ പറന്നു വീണ് വൈക്കോല് കണ്ടിട്ട് കരയിലുള്ള വീട്ടുകാരെ കഠിനമായി രാജാവ് ശിക്ഷിക്കുകയാണ്. മതിലകൻ രേഖയിൽ അത് പറയുന്നുണ്ട്. ആ കുടുംബത്തെ അവിടുന്ന് ഉന്മൂലനാശം ചെയ്യുകയാണ്. കുറച്ച് ക്രൂരമായി പോയി എന്ന് തോന്നാം, പക്ഷെ കർശനമായ ശിക്ഷകളുണ്ടായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടി 1948 തിരുവിതാംകൂർ കൊച്ചി ലയനം നടക്കുന്നു. 1956 കേരള സംസ്ഥാനം രൂപീകരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഗവൺമെൻറ്റുകൾ മാറി മാറി വരുന്നു. അങ്ങനെ ഒരു എന്താണ് ഇതിൻ്റെ പൂർവ്വചരിത്രമോ ഒന്നും അറിയാത്ത ഉദ്യോഗസ്ഥന്മാർ വരുന്നു. അവർ താൽക്കാലികമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നു. ഈ താൽക്കാലികമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്ന അതുപോലെ തന്നെ സ്വാഭാവികമായ ജലസ്രോതസ്സുകൾ ഒന്നൊന്നായിട്ട് അപ്രത്യക്ഷമാകുന്നു. ഞാനൊരു 2-3 ഉദാഹരണങ്ങൾ പറയാം. മാഞ്ഞാലിക്കുളം എന്ന് പറഞ്ഞൊരു കുളം SME സ്കൂളിൻ്റെ പുറകുവശത്താണ്. അത് ഇന്ന് SME സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ്. SME സ്കൂളിൻ്റെ ഗ്രൗണ്ട് ആയതുകൊണ്ട് അവിടെ കുടിയേറ്റങ്ങൾ ഉണ്ടായില്ല, അല്ലെങ്കിൽ കയ്യേറ്റങ്ങൾ ഉണ്ടായില്ല എന്നൊക്കെ പറയാം. പക്ഷേ ആ കുളം നശിച്ചതുകൊണ്ട് ഒരു വാട്ടർ ബോഡി ഇല്ലാതാവുകയാണ് ചെയ്തത്. ഈ അനന്തപുര വർണ്ണനം എന്ന് പറയുന്ന പഴയ കാലത്തെ തിരുവനന്തപുരത്തെ പറ്റി വർണ്ണിക്കുന്ന ഒരു കൃതിയുണ്ട്, മണിപ്രവാള രചനയുണ്ട്. അതിനകത്ത് ഈ തിരുവനന്തപുരത്തെ പറ്റി പറയുന്നത് അനേകം പുണ്യതീർത്ഥങ്ങളുള്ള ഒരു പുണ്യതീർത്ഥങ്ങളുള്ള പുണ്യനഗരം എന്നാണ്. അതിൽ പല പുണ്യതീർത്ഥങ്ങളും എന്നേക്കുമായിട്ട് പോയി. ശ്രീവരാഹം ഭാഗ്യവശാലുണ്ട്, അല്ലെങ്കിൽ ഋഷിമംഗലം ഭാഗ്യവശാലുണ്ട്. ഇതൊക്കെ ഈ ഋഷിമംഗലത്തെപ്പറ്റി അതുപോലെ ശ്രീവരാഹത്തെ പറ്റിയൊക്കെ 9-ാം നൂറ്റാണ്ടിൽ തന്നെ പരാമർശമുണ്ട്. സ്യാനന്തൂരപുര വർണ്ണനം എന്ന് പറയുന്ന കൃതി, അതിലും ഈ പറയുന്ന സംസ്കൃത കൃതിയാണ്, അതിലും ഈ തീർത്ഥങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. എന്നാൽ പല തീർത്ഥങ്ങളും ഇല്ല. ഉദാഹരണമായിട്ട് തമ്പാനൂരിൽ സ്റ്റേറ്റ് വെയർഹൗസിംഗ് കോർപ്പറേഷൻ്റെ ഒരു ഓഫീസും തമ്പാനൂരിനും ചാലയ്ക്കും ഇടയ്ക്കായിട്ട് ഒരു സ്റ്റേറ്റ് വെയർഹൗസിംഗ് കോർപ്പറേഷൻ്റെ ഒരു ഓഫീസും പാർക്കിംഗ് ഏരിയയും ഉണ്ട്. പണ്ട് അത് ഒന്നാന്തരം ഒരു കുളമായിരുന്നു. ആ കുളത്തിൻ്റെ പേര് താമരക്കുളം എന്നാണ്. താമരക്കുളം എന്നേക്കുമായിട്ട് പോയി. ഞാൻ നേരത്തെ പറഞ്ഞ മാഞ്ഞാലിക്കുളം, ഈ മാഞ്ഞാലിക്കുളം എന്നേക്കുമായിട്ട് പോവുകയാണ്. അത് നമുക്ക് റിവൈവ് ചെയ്യാൻ സാധിക്കുമോ എന്ന് തീർച്ചയായിട്ടും ആലോചിക്കണം.